ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, ദൈവസ്നേഹം. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എന്നോടൊത്തായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ അധ്യായം 46, 47, 48 എന്നീ ഭാഗമാണ് പ്രാർത്ഥിക്കേണ്ടത്. 46-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നഗരം, 47-ാം സങ്കീർത്തനം 48-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നഗരം, 49-ാം സങ്കീർത്തനം സമ്പത്തിൻ്റെ നശ്വരത, 50-ാം സങ്കീർത്തനം യഥാർത്ഥ ബലി. അങ്ങനെ 48 മുതൽ 50 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഈ 17-ാം ദിവസമായ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളട്ടെ. നമ്മുടെ നിയോഗങ്ങളെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവ്വം, നമുക്ക് പ്രത്യാശയോടെ ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥനകളിലേക്ക് കടക്കാം. സങ്കീർത്തനങ്ങൾ അധ്യായം 48. ഒരു ഗാനം, കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. കർത്താവ് ഉന്നതനാണ്, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനാണ്. ഉയർന്ന് മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ്. അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ്. അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ സുനിശ്ചിതമായ അഭയകേന്ദ്രമാണ്. അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. ഇതാ, രാജാക്കന്മാർ സമ്മേളിച്ചു, അവർ ഒത്തൊരുമിച്ച് മുന്നേറി. സിയോനെ കണ്ട് അവർ അമ്പരന്നു, പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു. അവിടെ വെച്ചവർ ഭയന്നു വിറച്ചു. ഈറ്റുനോവിനൊത്ത കഠിനമായ വേദന അവരെ ഗ്രസിച്ചു. കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷിഷ് കപ്പലുകളെ പോലെ അവർ തകരുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു. ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടത്തെ നഗരത്തിൽ തന്നെ. ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളെ ധ്യാനിച്ചു, അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിയോൻ മല സന്തോഷിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂദയായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോന് ചുറ്റും സഞ്ചരിക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ, അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യും. ഇവിടെയാണ് ദൈവം. ഈ ദൈവമാണ് എന്നേക്കുമായുള്ള നമ്മുടെ ദൈവം. അവിടെ നിന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ. 49-ാം സങ്കീർത്തനം സമ്പത്തിൻ്റെ നശ്വരത. ഗായക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. ജനതകളെ ശ്രദ്ധിക്കുവിൻ, ഭൂവാസികളെ ചെവിയോർക്കുവിൻ. എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കുവിൻ. എൻ്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും, എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടംകഥയുടെ പൊരുൾ തിരിക്കും. എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു. ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ അവർക്ക് കഴിയുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്.
എത്ര ആയാലും അത് തികയുകയില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? ജ്ഞാനി പോലും മരിക്കുമെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി, തലമുറകളോളം അവരുടെ വാസസ്ഥാനം. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ. ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്, മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ. നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും, അവരുടെ രൂപം അഴിഞ്ഞുപോകും, പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം. എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കും, അവിടെ നിന്നെ സ്വീകരിക്കും. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ജീവിത കാലത്ത് സന്തുഷ്ടമെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല, മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. 50-ാം സങ്കീർത്തനം. കൃതജ്ഞത യഥാർത്ഥ ബലി. ആസഫിൻ്റെ സങ്കീർത്തനം. കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു. സൗന്ദര്യത്തികമായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. അവിടുത്തെ മുൻപിൽ സംഹാരാഗ്നിയുണ്ട്. അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റിരമ്പുന്നു. തൻ്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ. ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു. ദൈവം തന്നെയാണ് വിധികർത്താവ്. എൻ്റെ ജനമേ കേൾക്കുവിൻ, ഞാനിതാ സംസാരിക്കുന്നു. ഇസ്രായേലേ, ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും. ഞാനാണ് ദൈവം, നിൻ്റെ ദൈവം. നിൻ്റെ ബലികളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിൻ്റെ ദഹനബലികൾ നിരന്തരം എൻ്റെ മുൻപിലുണ്ട്. നിൻ്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് മുട്ടാടിനെയോ ഞാൻ സ്വീകരിക്കുകയില്ല. വനത്തിലെ സർവ്വമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എൻ്റേതാണ്. ആകാശത്തിലെ പറവകളെ ഞാൻ അറിയുന്നു, വയലിൽ ചരിക്കുന്നവയെല്ലാം എൻ്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. ഞാൻ കാളകളുടെ മാംസം തിന്നുന്നു, ആടുകളുടെ രക്തം. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? ആടുകളുടെ രക്തം കുടിക്കുമോ? കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. അത്യുന്നതനുള്ള നിൻ്റെ നേർച്ചകൾ നിറവേറ്റുക. അനർത്ഥകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാതെ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എൻ്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോടുകൂടെ ചേരും. വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. നിൻ്റെ വായ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു. നിൻ്റെ നാവ് വഞ്ചനയ്ക്ക് നീ നൽകുന്നു. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി.
എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു, നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥന കുറച്ച് ദീർഘിച്ചു പോയി. നിങ്ങളെന്നോട് സദയം ക്ഷമിക്കുമല്ലോ. നമുക്ക് വീണ്ടും അടുത്ത ദിവസം പ്രാർത്ഥനയോടെ കാണാം. ദൈവം നമ്മളെ കാത്തുകൊള്ളട്ടെ. ആമേൻ.